ഐതിഹ്യമാല അധ്യായം 35. ഒരന്തർജനത്തിന്റെ യുക്തി. സ്ത്രീകൾ വിവേകശൂന്യകളും ദുർമാർഗചരണികളും ഭർത്തൃശുശ്രൂഷ വിമുഖകളുമായി പോകുന്നത് അവരുടെ ഭർത്താക്കന്മാരുടെ കൊള്ളരുതായിക കൊണ്ടാണെന്നാണല്ലോ മഹാന്മാരുടെ അഭിപ്രായം. യോഷാദോഷം മൃഷയാം കഥയതി വിദുഷഹന്ത തസ്മൈ നമസ്തേ എന്നൊരു മഹദ്വചനമുണ്ടായിട്ടുള്ളതും ഈ അഭിപ്രായത്തിൽ നിന്നാണല്ലോ. എന്നാൽ പുരുഷന്മാർ ദുർമാർഗചാരികളായി ദൂർത്തടിച്ച് നടക്കുന്നത് അവരുടെ ഭാര്യമാരായ സ്ത്രീകളുടെ കൊള്ളരുതായിക കൊണ്ടാണെന്നൊന്നും നിസ്സംശയം പറയാവുന്നതാണ്. വാസ്തവം വിചാരിച്ചാൽ നല്ല തന്റേടമുള്ള ഒരു പുരുഷന് തൻ്റെ ഭാര്യയെ ഭർത്തൃശുശ്രൂഷ നിരതനും പാതിവൃത്ത നിഷ്ഠയുള്ളവളുമാക്കി തീർക്കുവാൻ എത്രത്തോളം കഴിയുമോ അതിൻ്റെ 10 മടങ്ങ് ഒരു സ്ത്രീ നല്ല വൈദഗ്ധ്യമുള്ളവളാണെങ്കിൽ അവളുടെ ഭർത്താവിനെ ഏകപത്നി വ്രതത്തോടുകൂടി സന്മാർഗത്തിൽ നടത്തുവാൻ കഴിയുമെന്നുള്ളതിന് സംശയമില്ല. ഇനി സ്ത്രീകൾ ദുർമാർഗചാരണികളും പുരുഷന്മാർ ദുർമാർഗചാരികളുമായി തീരുന്നതിൻ്റെ കാരണം വിശേഷിച്ച് പറയണമെന്നില്ലല്ലോ. ഇതിന് രണ്ടിനും ദൃഷ്ടാന്തം നമ്മുടെ നാട്ടുകാരുടെ ഇടയിൽ തന്നെ ധാരാളമുള്ളതുകൊണ്ട് ഇതിന് വേറെ തെളിവൊന്നും വേണമെന്ന് തോന്നുന്നില്ല. എങ്കിലും ഇതിന് ദൃഷ്ടാന്തമായി കേട്ടിട്ടുള്ള ഒരു ഐതിഹ്യം ഇവിടെ പറഞ്ഞുകൊള്ളുന്നു. പണ്ട് ഇടപ്പള്ളിയിലെ ഒരു വലിയ തമ്പുരാൻ അവിടുത്തെ ദേശവേളകളിൽ ഒന്നായ കല്ലൂപ്പാറ എന്ന ദിക്കിൽ താമസിച്ചിരുന്നു. വിവാഹം ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിലും കല്ലൂപ്പാറ ഒരു ബാന്ധവും ഉണ്ടായിരുന്നതിനാൽ അവിടുന്ന് ഇടപ്പള്ളിയിൽ പോയി താമസിക്കുക പതിവുമില്ല. വിവാഹ സംബന്ധങ്ങളായ ക്രിയകളെല്ലാം കഴിഞ്ഞതിന് ശേഷം അവിടുന്ന് അന്തർജനത്തെ തൊട്ടിട്ടില്ലെന്നല്ല കാണുക പോലും ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ്. ഇങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അവിടുത്തെ ബാന്ധവ ജനങ്ങൾക്കെല്ലാം വളരെ വ്യസനമായി തീർന്നു. വിവാഹം കഴിച്ചിട്ട് 10-12 കൊല്ലമായി ഇതുവരെ സന്തതിയൊന്നും ഉണ്ടായിട്ടില്ല. രാജ്യത്വം കൂടിയുള്ള ഒരു വലിയ ബ്രാഹ്മണ കുടുംബം സന്തതിയില്ലാതെ നശിച്ചു പോകുന്നത് കഷ്ടമാണല്ലോ. സന്താനാർത്ഥം വല്ല സൽക്കർമ്മങ്ങളും തുടങ്ങണം, അല്ലെങ്കിൽ അവിടുത്തെ കൊണ്ട് ഒന്നുകൂടി വിവാഹം കഴിപ്പിക്കണം എന്നിങ്ങനെ വിചാരിച്ച് ബന്ധുക്കളായ ചില നമ്പൂരിമാർ കല്ലൂപ്പാറയത്തെ വലിയ തമ്പുരാനെ കണ്ട് തങ്ങൾ ചെന്ന് കാര്യം അറിയിച്ചു. ആദ്യം അവിടുന്ന് ഇവർ പറഞ്ഞതൊന്നും അത്ര ആദരിച്ചില്ല. എങ്കിലും നമ്പൂരിമാർ വീണ്ടും നിർബന്ധിക്കുകയാൽ ഒന്നുകൂടി വേളി കഴിക്കാമെന്ന് അവിടുന്ന് സമ്മതിച്ചു. ആദ്യത്തെ അന്തർജനം വന്ധ്യായതിനാലാണ് സന്തതി ഉണ്ടാകാതായിരുന്നത്. നമ്പൂരിമാരുടെ വിചാരം അങ്ങനെയായിരുന്നു. അതിനാലാണ് അവർ 2ാം വിവാഹത്തിന് അത്ര നിർബന്ധിച്ചതും. ഒടുക്കം വലിയ തമ്പുരാൻ നാമിനി 2ാമതും വിവാഹം ചെയ്യണമെങ്കിൽ ആദ്യത്തെ അന്തർജനത്തിന്റെ സമ്മതം വേണമല്ലോ. അതിനി എങ്ങനെയാണ്? എനിക്കവരോട് ചോദിക്കുവാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്പൂരിമാർ ആകായിലെ സമ്മതം ഞങ്ങൾ വാങ്ങിക്കൊള്ളാം, അതിനൊന്നും പ്രയാസമില്ല എന്ന് പറഞ്ഞു. എന്നാൽ നമ്മുടെ കാര്യസ്ഥനെ കൂടി അയക്കാം. ആകയാൽ അനുവദിക്കുന്ന പക്ഷം ആ വിവരം കാര്യസ്ഥനോട് പറഞ്ഞയച്ചാൽ ഉടനെ നാം അങ്ങോട്ട് വരാമെന്ന വലിയ തമ്പുരാനും പറഞ്ഞു. അങ്ങനെ സംഭവിച്ചു. നമ്പൂരിമാരും കാര്യസ്ഥനും കൂടി പുറപ്പെട്ട് ഇടപ്പള്ളിയിലെത്തി. ഒരു ദാസി മുഖാന്തരം വിവരം ആകായിലെ ധരിപ്പിക്കുകയും അനുവാദം ചോദിക്കുകയും ചെയ്തു. അപ്പോൾ ആ അന്തർജനം, ഇവിടെ സന്തതി ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്, അത് എനിക്ക് വളരെ അനുഗ്രഹവുമുള്ള കാര്യവുമാണ്. അതിനാൽ അവിടുന്ന് 2ാമതും വിവാഹം കഴിക്കുന്നതിന് എനിക്ക് പൂർണ്ണ സമ്മതമാണ്. എന്നാൽ ഒരു കാര്യം കൂടി എനിക്ക് ആഗ്രഹമുണ്ട്. ഇനി വേളി കഴിക്കുന്നെങ്കിലും നല്ല പോലെ ജാതകം നോക്കി വേണം. ഒന്നിങ്ങനെ വന്നു, ഇനി അങ്ങനെ വരരുതല്ലോ. എൻ്റെ ജാതകം പോലെയുള്ളവരെ വിവാഹം ചെയ്തുകൊണ്ട് പ്രയോജനമില്ല. അവിടുന്ന് കല്ലൂപ്പാറ താമസിച്ചാൽ ഇവിടെ സന്തതി ഉണ്ടാകണം. അങ്ങനെയുള്ള ജാതകമുണ്ടെങ്കിൽ അത് നോക്കി വേണം ഇനി വിവാഹം കഴിക്കുവാൻ എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോഴാണ് സംഗതി എല്ലാവർക്കും മനസ്സിലായത്. കാര്യസ്ഥൻ ഉടനെ പോയി കല്ലൂപ്പാറ ചെന്ന് അകായിൽ നിന്ന് പറഞ്ഞതുപോലെ തന്നെ വലിയ തമ്പുരാന്റെ അടുക്കൽ അറിയിച്ചു. ഇത് കേട്ടപ്പോൾ വലിയ തമ്പുരാന്റെ മനസ്സിൽ ലജ്ജയോ അത്ഭുതമോ മനസ്താപമോ എന്തെല്ലാമാണ് ഉണ്ടായതെന്ന് അവിടേക്ക് തന്നെ അറിയാം. ഏതെങ്കിലും ഈ അന്തർജനത്തിന്റെ യുക്തി കേട്ടിട്ട് മാത്രം പോലും താമസിയാതെ വലിയ തമ്പുരാൻ ബോട്ട് കയറി ഇടപ്പള്ളിയിലെത്തി താമസമായി. ആ അന്തർജനത്തിന്റെ ബുദ്ധികളവും ഭർത്തൃശുശ്രൂഷ സാമർഥ്യവും മറ്റും കൊണ്ട് മനസ്സിലയിച്ചു പോവുകയാൽ പിന്നെ 2ാം വിവാഹത്തിന്റെ പ്രസംഗം പോലും ഉണ്ടായില്ല. കല്ലൂപ്പാറയ്ക്ക് പോകണമെന്നുള്ള ആഗ്രഹവും നിലച്ചു. മുറയ്ക്ക് ഗൃഹസ്ഥാശ്രമം അനുഷ്ഠിച്ചുകൊണ്ട് ഇടപ്പള്ളിയിൽ തന്നെ താമസവുമായി. അങ്ങനെ 1 കൊല്ലം കഴിയുന്നതിന് മുമ്പ് അവിടേക്കൊരു പുത്രസന്താനം ഉണ്ടാവുകയും ചെയ്തു. പിന്നെ അവിടുന്ന് ആജീവനാന്തം ആ നിലയിൽ തന്നെ താമസിച്ചിരുന്നു എന്നും ആ അന്തർജനത്തിൽ നിന്നും തന്നെ അനേകം സന്താനങ്ങൾ അവിടേക്കുണ്ടായി എന്നും കേട്ടിരിക്കുന്നു. ആ അന്തർജനത്തെ പോലെ യുക്തിയുക്തമായി സംഭാഷണം ചെയ്തും ഭക്തിപൂർവ്വം ഭർത്തൃശുശ്രൂഷ ചെയ്തും പാതിവ്രത നിഷ്ഠയോടുകൂടിയിരുന്നു.
നമ്മുടെ കേരളീയ സ്ത്രീകളെല്ലാവരും തങ്ങളുടെ ഭർത്താക്കന്മാരെ ദുർമാർഗത്തിൽ വിടാതെ തങ്ങളിൽ ആസക്താചിത്തന്മാരാക്കി തീർത്ത് ഭർത്തൃസുഖത്തോടും സൽസന്ധാനത്തോടും കൂടി സുഖമാക്കവണ്ണം വസിക്കട്ടെ. ഇതോടുകൂടി ഐതിഹ്യമാല അധ്യായം 35 തീർന്നിരിക്കുകയാണ്. ഇനി അധ്യായം 36 പാഴൂർ പെരുന്തൃക്കോവിൽ.